الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് അനുബന്ധിച്ചുണ്ടാകുന്ന ചില അടയാളങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒന്നാണ് സമൂഹത്തിൽ അജ്ഞത വ്യാപിക്കും, ഇൽമ് ഉയർത്തപ്പെടും എന്നുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിൻ അശ്റാത്തിസ് സാഅത്തി അൻ യുർഫഅൽ ഇൽം. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇൽമ് ഉയർത്തപ്പെടും. വയസ്ബുതൽ ജഹൽ, അതേപ്രകാരം ജഹല്, അജ്ഞത എല്ലായിടത്തും വ്യാപിക്കും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അജ്ഞത വളരെ അപകടം പിടിച്ച കാര്യമാണ്. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവൻ പഠിച്ചു മനസ്സിലാക്കിയിരിക്കണം. അത് അവൻ്റെ വ്യക്തിജീവിതത്തിലും അതേപ്രകാരം തന്നെ കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം ഗുണം നൽകുന്നതാണ്. അതല്ല, ഒരാളിൽ അജ്ഞതയുണ്ട് എങ്കിൽ അത് പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിക്കും അനിവാര്യമാണ്. അജ്ഞത എത്രത്തോളം അപകടമാണെന്നാൽ ഒരു ഹദീസിൽ കാണാം, പ്രസിദ്ധമായ ഹദീസാണ്. ഒരിക്കൽ സ്വഹാബികൾ ഒരു യാത്രയിൽ ഒരാൾക്ക് ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു കല്ല് വന്ന് പതിക്കുകയും തലയിൽ പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ പരിക്കേറ്റതായ സ്വഹാബി പിന്നീട് വലിയ അശുദ്ധിയുള്ളവനായി. അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം സംഭവിച്ചു. അങ്ങനെ കൂടെയുള്ള സ്വഹാബികളോട് ചോദിച്ചു, ഹൽ തജിദൂന ലീ റുഖ്സ ഫി തയമ്മും, എനിക്ക് തയമ്മും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. തയമ്മും ചെയ്യാനുള്ള ഇളവുണ്ടോ? വെള്ളം തലയിൽ ഒഴിച്ചാൽ പ്രയാസമാണ്, അതുകൊണ്ട് തയമ്മും ചെയ്താൽ മതിയോ കുളിക്കുന്നതിന് പകരം എന്ന് ചോദിച്ചു. കൂടെയുള്ളവർ പറഞ്ഞു, മാ നജിദു ലക റുഖ്സ വ അൻത തഖ്ദിറു അലൽ മാ, താങ്കൾക്ക് യാതൊരു ഇളവുമില്ല, വെള്ളം താങ്കൾക്ക് ലഭ്യമാണ്, വെള്ളം ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് താങ്കൾക്ക്, വെള്ളമുള്ളതുകൊണ്ട് എന്ത് ചെയ്യണം,
കുളിക്കണമെന്ന് അദ്ദേഹത്തോട് കൂടെയുള്ളവർ പറഞ്ഞു. അങ്ങനെ ഫഗ്തസല ഫമാത, അദ്ദേഹം വെള്ളം ഉപയോഗിച്ച് കുളിച്ചു, അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. നബിയോട് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അവർ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്, വധിക്കുകയാണ് ചെയ്തത്, അള്ളാഹു അവരെയും നശിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാ സഅലു ഇദ് ലം യഅലമു, അവർക്ക് അറിവില്ല എങ്കിൽ അവർക്ക് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ? അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചുകൂടെ? ഫഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ, അജ്ഞതയുടെ പരിഹാരം, അതിനുള്ള ചികിത്സ ചോദിക്കലാണ്, പഠിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. അപ്പോൾ അജ്ഞതയുണ്ട് എങ്കിൽ അത് അകറ്റണം, അനിവാര്യമാണ്. അതിലേക്ക് വലിയ അപകടം ഉണ്ടാകും. അതിന്റെ ഗൗരവം അത്ര അധികമായതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഖതലൂഹു ഖതലഹുമുല്ലാഹ്, അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് കൊടുത്ത ഉപദേശമാണ്, അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കണം. അറിവില്ലായ്മയുടെ പരിഹാരം, അതിന്റെ ചികിത്സ പഠിക്കലാണ്, ചോദിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. പഠിക്കുക എന്നുള്ളത് അത് വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്, അല്ലെങ്കിൽ ദിനേനയുള്ള അവന്റെ ജീവിതത്തിൽ അനിവാര്യമായും ചെയ്യേണ്ട കാര്യമാണ്. ഏതെങ്കിലും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല പഠനം എന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീൻ പഠിക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും ദീൻ പഠിച്ചിരിക്കണം. അത് ചിലപ്പോൾ ചില മസാലകളായിരിക്കാം, അല്ലെങ്കിൽ ഒരിതാകാം, അല്ലെങ്കിൽ ഒരു ആയത്താകാം, ഒരു ഹദീസാകാം, ഫിഖ്ഹിൽ നിന്നുള്ള ഒരു കാര്യമാകാം, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം. എന്താണെങ്കിലും ഒരു വിശ്വാസി നിരന്തരം ദിനേന പഠിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ പ്രഭാതത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, എനിക്ക് അള്ളാഹുവേ പ്രയോജനകരമായ ഇൽമ നീ നൽകണമേ, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിരന്തരം അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഇത് അള്ളാഹുവും പഠിപ്പിച്ചതാണ്. ഖുർ റബ്ബി സിദ്നി ഇൽമ, റബ്ബേ എനിക്ക് ഇൽമിൽ വർധനവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇൽമിന്റെ സ്രോതസ് വഹി നൽകപ്പെടുന്നതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. വഹി നൽകപ്പെടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇൽമിന്റെ സ്രോതസ്. അവിടെ നിന്നാണ് നമുക്ക് ഇൽമ ലഭിക്കുന്നത്. ആ നബിയോട് പറയുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇൽമിൽ വർധനവുണ്ടാകാൻ, അധികമായി ലഭിക്കാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പ്രാധാന്യമുള്ള കാര്യമാണ് ഇത്! ശരിക്കും നമ്മോടുള്ള കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട് ഇൽമ്. ഇത് നാം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നബി അങ്ങനെ നിരന്തരം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കും, അള്ളാഹുവേ ഇൽമ നൽകണമേ, പ്രയോജനകരമായ ഇൽമ നൽകണമേ എന്ന് എല്ലാ പ്രഭാതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ഒരാളുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹ്ഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ അത് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അവന് വിജയിക്കാൻ ഏറ്റവും നല്ല ഷോർട്ട് കട്ടാണ്, എളുപ്പ വഴിയാണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇൽമ പഠിക്കാൻ സന്നദ്ധരായി ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ, ഉലമാക്കൾ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇൽമ പഠിക്കാൻ ഇന്ന് ധാരാളം മാർഗങ്ങളുണ്ട്. പഴയ കാലത്ത് വളരെ ദീർഘദൂരം 30-40 ദിവസങ്ങളെല്ലാം സഞ്ചരിച്ചുകൊണ്ട് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കുമായിരുന്നു സലഫുകൾ. ഒരൊറ്റ ഹദീസ് ഇന്ന സ്ഥലത്തുണ്ട് എന്നറിയുമ്പോൾ മദീനയിൽ നിന്ന് സിറിയയിലേക്ക്, ഷാമിലേക്കെല്ലാം യാത്ര ചെയ്ത സലഫുകളുണ്ട് ഒരൊറ്റ ഹദീസിന് വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാം? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുമായി നേരെ സംവദിക്കാം, അവരോട് ചോദിക്കാം, പഠിക്കാം. അതിനുള്ള ധാരാളം മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
ഒരാൾ അവന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ചാലും ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടവനാണ് എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അത് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ ശാഅ അൻ യസ്കുന റിയാദൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണെന്ന് പറഞ്ഞത് അത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ആർക്കെങ്കിലും സ്വർഗത്തോപ്പുകളിൽ വസിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ദുനിയാവിൽ വെച്ച്, ദുനിയാവിൽ വെച്ച് ആർക്കെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഫൽയസ്തൗസിൻ മജാലിസ ദിക്ർ, ഇൽമിന്റെ മജ്ലിസുകൾ അവൻ അവന്റെ ഗേഹമാക്കിക്കൊള്ളട്ടെ, അവൻ ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തുകൊള്ളട്ടെ. ഫഇന്നഹാ റിയാദുൽ ജന്ന, കാരണം അത് സ്വർഗത്തോപ്പുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഉള്ളതാണ്. അപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ആർക്കെങ്കിലും ഭൂമിയിൽ വെച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുത്തുകൊള്ളട്ടെ. വീണ്ടും അവിടുന്ന് പറയുന്നത് കാണാം, മജാലിസു ദിക്രി മജാലിസുൽ മലായിക, ഇൽമിന്റെ മജ്ലിസുകൾ അത് മലായികത്തിന്റെ മജ്ലിസാണ്, മലായികത്ത് അവിടെ എത്തും. മജാലിസുൽ ലഗ്വി വൽ ഗഫല, എന്നാൽ ഇൽമ് ചർച്ച ചെയ്യപ്പെടാത്ത പാഴ്വർത്തമാനങ്ങൾ പറയുന്ന വിനോദത്തിന് വേണ്ടിയുള്ളതായ മജ്ലിസുകൾ അത് മജാലിസു ഷയാത്തീൻ, ഷൈത്താന്മാരുടെ മജ്ലിസുകളാണ്. അതുകൊണ്ട് ഫൽയതഖയ്യറ അൽ അബ്ദു അഅജബഹുമാ ഇലൈഹി വഔലാഹുമാ ബി, അതുകൊണ്ട് ഒരു അടിമ അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് അവൻ തിരഞ്ഞെടുക്കട്ടെ, അവൻ ഏറ്റവും അർഹതപ്പെട്ടതിനെ അവൻ തിരഞ്ഞെടുക്കട്ടെ. ഫഹുവ മഅ അഹ്ലിഹി ഫി ദുനിയ വൽ ആഖിറ, ഏതാണോ അവൻ തിരഞ്ഞെടുക്കുന്നത് അതിനോടുകൂടെയായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും അവൻ ഉണ്ടാവുക. അവൻ മലായികത്തിന്റെ സദസ്സിൽ അല്ലെങ്കിൽ ഇൽമിന്റെ സദസ്സിലാണ് പങ്കെടുക്കുന്നത് എങ്കിൽ അവൻ ഇൽമിന്റെ അഹ്ലികാരോടൊപ്പമായിരിക്കും ആഖിറത്തിൽ. അതല്ല ലഹുവിന്റെ കൂടെ, ഫസാദുകളുടെ കൂടെ, വിനോദങ്ങളുടെ കൂടെ, തെമ്മാടിത്തരങ്ങളുടെ കൂടെ അതിലാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അവൻ അവരോടൊപ്പമായിരിക്കും എന്നുള്ളതാണ്. അത്താ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇവിടെ മജാലിസു ദിക്ർ എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അതേപോലെ ഹിലഖു ദിക്ർ, ദിക്റിന്റെ ഹൽഖകൾ എന്ന ഹദീസുകളിൽ കാണാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കലുണ്ട്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ എന്താണ് ദിക്ർ ഹൽഖ എന്ന പേരിൽ അറിയപ്പെടും പലതും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ദിക്ർ ഹൽഖയുടെ കോലത്തിലല്ല. ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുക, എന്നിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് കുറേ അധികം സുബ്ഹാനല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അങ്ങനെ ആടുന്നു, പാടുന്നു, ചിലപ്പോൾ ചില ആളുകൾ ഡാൻസ് ചെയ്യുന്നു. ഇതായിരുന്നില്ല. അങ്ങനെ ചില ആളുകൾ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മസ്ജിദുൻ നബവിയിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തു. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. എന്നിട്ട് 100 തക്ബീർ പറയാൻ പറയും ഒരാൾ, എല്ലാവരും പറയും. 100 തഹ്മീദ് പറയാൻ പറയും എല്ലാവരും. ഇത് കണ്ടപ്പോൾ സഹാബികളിലെ പ്രമുഖരായ ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിശക്തമായി അതിനെ എതിർത്തു. ഇതവർക്ക് പരിചയമില്ലാത്ത ദിക്റിന്റെ ഹൽഖയാണ്. അവരതിനെ കഠിനമായി എതിർക്കുകയും അതിനെ താക്കീത് നൽകുകയും ചെയ്തു. അന്ന് ആ ദിക്ർ ഹൽഖ നടത്തിയ ആളുകളിൽ അധികവും പിന്നീട് അഹ്ലുസുന്നക്കെതിരിൽ ഖവാരിജിയാക്കൾ യുദ്ധം ചെയ്തപ്പോൾ ഖവാരിജിയാക്കളുടെ പക്ഷത്ത് കയറിയതായിട്ട്, കൂടിയിരുന്നതായിട്ട് അതിന് റിപ്പോർട്ട് ചെയ്യുന്ന ഉലമാക്കൾ പറയുന്നുണ്ട്, റാവിമാർ പറയുന്നുണ്ട്. അതായിരുന്നു. പിന്നെ എന്താണ് ദിക്ർ ഹൽഖ അല്ലെങ്കിൽ ദിക്റിന്റെ മജ്ലിസ് ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇമാം അത്താ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മജാലിസു ദിക്രി, ദിക്റിന്റെ മജ്ലിസുകൾ എന്ന് ഹദീസുകളിൽ പറയുന്നത് കൊണ്ടുള്ള വിവക്ഷ ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാമുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, പഠിപ്പിക്കുന്ന മജ്ലിസുകളാണ്. കൈഫ തശ്തരി വ തബീഅ, എങ്ങനെയാണ് വസ്തുക്കൾ വാങ്ങേണ്ടത്, വിൽക്കേണ്ടത്, അതിൽ ഹലാൽ ഹറാമുകൾ എങ്ങനെയാണ്, വതുസല്ലി വതസൂം, നോമ്പെടുക്കേണ്ടത് എങ്ങനെയാണ്, നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ്, വതൻകിഹു വതത്ലു, എങ്ങനെയാണ് നിക്കാഹിന്റെ കർമ്മങ്ങൾ, അതേപോലെ വിവാഹമോചനം എങ്ങനെയാണ്, വാഷ്ബഹുദൽ, ഇങ്ങനെയുള്ളതായ ദീനിന്റെ മസ്അലകൾ പഠിക്കുന്ന ഹൽഖകൾക്കാണ് മജാലിസു ദിക്ർ എന്ന് പറയുന്നത്. യഹ്യ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഈ മജാലിസുൽ ഫിഖ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ദീൻ പഠിപ്പിക്കുന്ന മജ്ലിസുകൾക്കാണ് ഈ പറയുന്ന മജാലിസു ദിക്ർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പലപ്പോഴും ചെയ്തു ആളുകൾ തെറ്റിദ്ധരിച്ചു. പലപ്പോഴും ആളുകൾ ഭൗതികമായ പല നേട്ടങ്ങൾക്കും വേണ്ടി ഇങ്ങനെയുള്ള ഹൽഖകൾ ഉണ്ടാക്കുന്നു.
അതാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിക്ക് നേർവിപരീതമാണ്. അതങ്ങനെ പോയി പലപ്പോഴും ശിർക്കും കുഫറും സംഭവിക്കുന്ന രീതിയിലേക്കെത്തി. നമ്മുടെ നാടുകളിൽ ഈ സമയങ്ങളിൽ പല മസ്ജിദുകളിലും കാണാം മഗ്രിബിന് ശേഷം ചില പ്രത്യേകമായ ഹൽക്കകൾ. അതിൽ അള്ളാഹുവിന് പുറമെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന വരികളുണ്ട്. നഊദുബില്ല, ശിർക്ക് സംഭവിക്കുന്ന വരികൾ വരെയും അതിലുണ്ട്. വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ് ഇത്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയപ്പോൾ അഹ്ലുസുന്നയുടെ പ്രമുഖരായ ഉലമാക്കൾ അതിനെ എതിർത്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ആളുകൾ അങ്ങനെ പട്ടം കൂടിയിരുന്ന് പല പുതിയ അദ്കാറുകളും മൗലിദുകളും ഏടുകളും നിർമ്മിച്ചപ്പോൾ ഇത് ശൈത്വാനിന്റെ കെണിയാണ്, ആളുകളെ ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ശൈത്വാൻ ചെയ്യുന്ന കെണിയാണ് ഇത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അതിന് സംഭവിച്ചു. അന്ന് നല്ല ദിക്റുകളാണ്, നല്ല അർത്ഥസമ്പുഷ്ടമായ ദിക്റുകളാണ് ആളുകൾ പുതുതായി ഉണ്ടാക്കിയതെങ്കിൽ അതെന്ത് ചെയ്തു? പിന്നീട് ശൈത്വാൻ കൊണ്ടെത്തിച്ചത് ശിർക്കിലേക്കാണ്, കുഫറിലേക്കാണ്, വലിയ അപകടങ്ങളിലേക്ക് ഉമ്മത്തിലെത്തിച്ചു. അതുകൊണ്ട് ആ വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇൽമിന്റെ മജ്ലിസുകളാണ് ഹദീസുകളിൽ പറയുന്ന ദിക്റിന്റെ മജ്ലിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ശ്രേഷ്ഠതകൾ ധാരാളം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖഉദു ഖൗമുൻ യദ്കുറൂന അല്ലാഹ അസ്സ വജൽ, ഏതൊരു സമൂഹമാണോ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, അതായത് ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത്, ഇല്ല ഹഫത്തുഹുമുൽ മലായിക, അവരെ മലായികത്ത് വന്ന് പൊതിയുന്നതാണ്, വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം അവരിലേക്ക് വന്നിറങ്ങുന്നതാണ്, വനസലത് അലൈഹിമുസ് സകീന, അവരിലേക്ക് സമാധാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എത്തുന്നതാണ്, വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അവരെ സംബന്ധിച്ച് അള്ളാഹു മുഖറബീങ്ങളായ മലായികത്തിനോട് ഇവരെക്കുറിച്ച് അഭിമാനം പറയും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വളരെ ശ്രേഷ്ഠതയാണ് ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത്, വലിയ ശ്രേഷ്ഠതയാണ്. അത് നമ്മുടെ ഓരോ ദിവസങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാര്യമാകുന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, മാ മിൻ ഖൗമിൻ ഇജ്തമഉ യദ്കുറൂനല്ലാഹ്, ഏതൊരു സമൂഹമാണോ ഈ രീതിയിൽ ദിക്ർ പറയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നത്, ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ, അവർ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അതൊരുമിച്ച് കൂടുന്നത്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമേ കാക്ഷിക്കുന്നുള്ളൂ, വേറൊരു ലക്ഷ്യമല്ല. ദീൻ പഠിക്കുക എന്നുള്ളതാണ്. അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി നേടുക, സ്വർഗം കരസ്ഥമാക്കുക, നരകമോചനം ലഭിക്കുക, ഇങ്ങനെ ശുദ്ധമായ നെയ്യത്ത് വെച്ചുകൊണ്ടാണ് ആളുകളെ കൂട്ടുക എന്നുള്ളതോ അതല്ലെങ്കിൽ അവരുടെ ഇടയിൽ വലിയ മേനി നടിക്കുക എന്നുള്ളതോ ഇൽമ് ഉള്ളവനാണെന്ന് പ്രചരിപ്പിക്കുക, ഇതൊന്നുമല്ല. ഇൽമ് പഠിക്കുക എന്നുള്ള ലക്ഷ്യം, നല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുമെന്നാണ്. എന്താണ് പറയുന്നത്? അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ ഇവിടെ നിന്ന് പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായ നിലയിൽ തിരികെ പോയിക്കൊള്ളുക. ഖദ് ബുദ്ദിലത് സയ്യിആതികും ഹസനാത്ത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഇതാ നന്മകളായി മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ. എത്ര വലിയ ഫളലാണ്, ഔദാര്യമാണ്. ഒരാൾ ദീനി മജ്ലിസുകളിൽ പങ്കെടുത്താൽ, ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയിരുന്നാൽ അവർക്ക് ലഭിക്കുന്ന വലിയ ശ്രേഷ്ഠതയാണ്. പാപങ്ങൾ പൊറുക്കപ്പെടും. പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല, ചെയ്തിരിക്കുന്ന പാപങ്ങളെ നന്മകളായി രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എത്ര വലിയ ശ്രേഷ്ഠതയാണ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞതായി കാണാം, മാ ജലസ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ മസ്ജിദുകളിൽ ആരെങ്കിലും ഒന്നിരുന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ്? യദ്റുസൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാൻ വേണ്ടിയിട്ട്, വയതആഫൗനഹു ബൈനഹും, പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഖുർആൻ ഒരാൾ ഓതി കൊടുക്കുന്നു, മറ്റൊരാൾ അത് ശരിപ്പെടുത്തുന്നു, അവൻ ഓതുന്നു, ഇവൻ ശരിപ്പെടുത്തുന്നു. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നു. അതിനുള്ള ആശയങ്ങൾ എന്താണെന്ന് പരസ്പരം ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നു. എന്നാൽ ഇല്ലാ കാനൂ അദിയാഹുല്ലാഹ്, അവർ അള്ളാഹുവിന്റെ അതിഥികളായിട്ടല്ലാതെ ഇല്ല, അള്ളാഹുവിന്റെ അതിഥികളായിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ദീൻ പഠിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അതിഥികളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരെ കുറിച്ച് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. ആർക്കാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആർക്കെങ്കിലും ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു ചെയ്യുന്നത് അവനെ ഫഖീഹാക്കുമെന്നുള്ളതാണ്, ദീനിൽ അറിവുള്ളവനാക്കുമെന്നുള്ളതാണ്. ഇൽമു പഠിക്കാനുള്ളതായ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. ഇത് വലിയൊരു ഫضലാണ്, എല്ലാവർക്കും സാധിക്കൂല. ഉലമാക്കൾ പറയും വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അതിനുള്ള സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും ഖൈറ് ലഭിക്കണമെന്നുണ്ട് എങ്കിൽ കുറേ അധികം സമ്പത്ത് ലഭിക്കുക എന്നുള്ളതല്ല, കുറേ അധികം പദവികൾ ലഭിക്കുന്നു, ഇതല്ല അതിന്റെ അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാന മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവന് അള്ളാഹു ഇൽമു കൊടുക്കും, അതാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള വലിയ സമ്പത്ത് എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖൈറ്, ഒരാൾക്ക് അള്ളാഹുവിന്റെ ദീൻ യഥാവിധം പഠിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ദീൻ പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അജ്ഞത, ജഹില് സമൂഹത്തിൽ വ്യാപിക്കും, ശരിയായ ഇൽമ് ഉയർത്തപ്പെടും. ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ച് കാണുന്ന ഒരു പ്രതിഭാസമാണത്. ഇത് നമുക്കിന്ന് വളരെ പ്രകടമായി കാണാവുന്ന ഒരു കാര്യമാണ്. ധാരാളം അവിവേകങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയായ ഇൽമ് സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. ശരിയായ ഇൽമ് സമൂഹത്തിൽ പറയാൻ അതറിയാവുന്നവർക്ക് വരെയും പേടിയാകുന്ന സന്ദർഭം പോലും കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം വിചിത്രമായി തോന്നുകയാണ് ആളുകൾക്ക്. ഹക്ക്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിരിക്കുന്ന ഹക്കായ കാര്യങ്ങൾ സമൂഹത്തിൽ അതെന്തോ വിചിത്രമായ കാര്യം പോലെ മാറ്റപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ദീനി പ്രബോധകരെന്ന് പറയുന്ന ആളുകൾ വരെയും ശരിയായ ഇൽമിനെ മൂടിവെക്കുന്നു. അത് സമൂഹത്തിൽ ഇല്ലാതെയാകുന്നു. എന്നാൽ അജ്ഞത സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ വലിയൊരു ബാധ്യതയാണ് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ദീൻ ശരിയായി പഠിക്കുക എന്നുള്ളത്. അത് അടുത്ത തലമുറക്ക് കൈമാറി കൊടുക്കുക. ദീൻ ശരിയായി പഠിച്ച് അതിനെ കൈമാറുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. ഒരാൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും വലിയൊരു ഇബാദത്താണെന്നാണത്. ഉലമാക്കൾ പറയുന്നത് കാണാം, ഫർദിലൂടെയല്ലാതെ, ഫർദായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ലാതെ ഒരാൾക്കും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കില്ല. ഫർദായ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. 5 നേരത്തെ നമസ്കാരം, റമദാനിലെ നോമ്പ്, അതേപ്രകാരം നിർബന്ധമായ സക്കാത്ത്, നിർബന്ധമായ ഹജ്ജ്, മാതാപിതാക്കളെ അനുസരിക്കൽ, അയൽവാസികളോടുള്ളതായ കർത്തവ്യങ്ങൾ, ബാധ്യത, ഇതൊക്കെ നിർബന്ധമായ ബാധ്യതയാണ്. ഇത് ചെയ്യാതെ ആർക്കും അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കൂല. എന്നാൽ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുക ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. ഐച്ഛികമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഫർദായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇബാദത്ത് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഉലമാക്കൾ പറയുന്നത് കാണാം, ഒരാൾ രാത്രിയിൽ ദീർഘനേരം ഇരുന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ, പകൽ മുഴുവൻ നോമ്പെടുക്കുന്നതിനേക്കാൾ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ് കുറച്ച് സമയം ഇൽമു പഠിക്കുക എന്നുള്ളത്. ധാരാളം ഉലമാക്കൾ അതിനെ പഠിപ്പിക്കുന്നുണ്ട്. സലഫുകളിൽ നിന്ന് ധാരാളം ഉദ്ധരണികൾ കാണാം. ഇമാം സുഹരി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, മാ ഉബിദല്ലാഹു ബിമിസ്ലിൽ ഫിഖ്, ഫിഖ് പോലുള്ള ഒന്നുകൊണ്ടും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യപ്പെടുന്നില്ല. അതായത് അള്ളാഹുവിന് ചെയ്യപ്പെടുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഫിഖ് എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത്, ദീൻ മനസ്സിലാക്കുക എന്നുള്ളത് ഇബാദത്താണ്. പല ഉലമാക്കളോടും ചോദിക്കപ്പെടുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം പഠിക്കാനും വായിക്കാനും സാധിക്കുക? ധാരാളം മണിക്കൂറുകളോളം ഇൽമിന്റെ മേഖലയിൽ ചെലവഴിക്കുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് എന്താണ്? ഇബാദത്താണെന്ന് മനസ്സിലാക്കുക. ഇബാദത്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും മടുപ്പുണ്ടാവുകയില്ല. അതുകൊണ്ട് ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം?
അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അനിവാര്യമായി നാം തയ്യാറാകേണ്ടതുണ്ട്. അതിൽ ചില ഇൽമുകൾ പഠിക്കൽ അനിവാര്യമാണ്, നിർബന്ധമായതാണ്. അത് സുന്നത്തായ ഇൽമല്ല. ഞാൻ എൻ്റെ വിശ്വാസം എങ്ങനെയായിരിക്കണം, അതേപ്രകാരം തന്നെ എൻ്റെ ഇബാദാത്തുകൾ, ഞാൻ ദിനേന ചെയ്യുന്ന ഇബാദാത്തുകൾ എങ്ങനെ കൃത്യമായി നിർവഹിക്കണം, ഇതിനെ സംബന്ധിച്ചെല്ലാം പഠിക്കൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. അതാരെങ്കിലും ചെയ്താൽ പോരാ, എല്ലാവരും പഠിക്കണം. അതേപ്രകാരം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകളും നേട്ടങ്ങളും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇൽമു പഠിക്കലും അതിന് സഹായം ചെയ്യലും. ഒരു ഹദീസിൽ കാണാം, രണ്ട് സഹോദരന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ട് സഹോദരന്മാർ സഹാബികളാണ്. അവര് അതിൽ ഒരാൾ കാന യഹ്തരിഫു അഹദുഹുമാ വൽ ആഖറു യൽസമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ജോലിക്ക് പോകും, എല്ലാ ദിവസവും ജോലിക്ക് പോകും. വേറൊരാൾ പണിക്ക് പോവില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി ഇൽമു പഠിക്കും. ഇതാണ് നിരന്തരം ചെയ്യുക. അങ്ങനെ ഫശക്കൽ മുഹ്തരിഫു അഖാഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിക്ക് പോകുന്ന സഹോദരൻ ഒരിക്കൽ നബിയുടെ അടുക്കൽ നിന്ന് പരാതി പറഞ്ഞു. ചില ഹദീസുകളിൽ കാണും, നബിയെ ഇവൻ എന്നെ തീരെ ജോലി ചെയ്യുന്ന കാര്യത്തിൽ സഹായിക്കൂല, എല്ലാ ദിവസവും ഞാനിങ്ങനെ പണിക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ലഅല്ലക തുർസഖു ബിഹി, ഒരുപക്ഷെ അള്ളാഹു നീ പണിക്ക് പോയാലും നീ ജോലിക്ക് പോയാലും നിനക്ക് റിസ്ക് നൽകപ്പെടുന്നത് ഇവനെ കാരണത്താലായിരിക്കാം. ഇവൻ ദീൻ പഠിക്കുന്നു, അവൻ നീ ചെലവ് ചെയ്യുന്നു, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അള്ളാഹു നിനക്ക് റിസ്ക് നൽകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇൽമു പഠിക്കുക, അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യുക, അതിനുള്ള സദസ്സുകളിൽ പങ്കെടുക്കുക, അതിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് ഓരോ നാടിനും അത്യന്താപേക്ഷിതമാണ്. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും നാട്ടിനും അള്ളാഹുവിൻ്റെ ഖൈർ ലഭിക്കണമെങ്കിൽ, റഹ്മത്ത് വന്ന് ലഭിക്കണമെങ്കിൽ, സമാധാനം ഉണ്ടാകണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട കാര്യമാണ് ഇൽമു പഠിക്കുക. ഇൽമിൻ്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കപ്പെടുക, അവിടേക്ക് ആളുകൾ എന്ത് ചെയ്യുക, ഒന്നിച്ചുകൂടി വരിക. കുട്ടികൾ പഠിക്കുന്നു, സ്ത്രീകൾ പഠിക്കുന്നു, വൃദ്ധന്മാർ പഠിക്കുന്നു, അതേപ്രകാരം തന്നെ ചെറുപ്പക്കാർ പഠിക്കുന്നു, എല്ലാവരും ദീൻ പഠിക്കുന്നവരാവുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അള്ളാഹു അതിന് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.